Divisional Accountant Officer, Important Question Discussion, Chapter 8, Part 2. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ നോക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയാണ് ഈ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 18. The three process involved in the final accounts of manufacturers are. ഒരു മാനുഫാക്ചറിങ് ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന 3 പ്രോസസ്സ് ഏതൊക്കെയാണെന്നാണ്. മാനുഫാക്ചറിങ് അക്കൗണ്ട് വേണം, ട്രേഡിംഗ് അക്കൗണ്ട് വേണം, ബാലൻസ് ഷീറ്റ് വേണം. അപ്പം മാനുഫാക്ചറിങ് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, ദ എയിം ഓഫ് പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ടു ഡിറ്റർമിനിങ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓഫ് ദി ട്രേഡിങ്. അപ്പം ട്രേഡിങ്ങിൻ്റെ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മൂന്നാമത്തെ ഏതാണ്? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിലുണ്ടാകുന്ന അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിനെയും കാണിക്കുന്നതാണ് എന്ത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു മാനുഫാക്ചർ ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഈ 3 ചേരുന്നതാണ്. ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് 3 മാനുഫാക്ചറിങ് ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 19. ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രിപ്പയറിംഗ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ടു പർച്ചേസ് ആൻഡ് സബ്സ്ട്രാക്ട് ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. This is to get the cost of material used during the period. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് ദ പീരീഡ് കിട്ടാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസിൽ നിന്നും എന്ത് കുറയ്ക്കും? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ത് ചെയ്യും? സബ്സ്ട്രാക്ട് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും നമ്മളെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് കിട്ടും. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. എന്ത് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ടു പർച്ചേസ് ആൻഡ് സബ്സ്ട്രാക്ട് ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ എന്താ കിട്ടുന്നത്? ദസ് ടു ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ്. 2, ആഡ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ടു ഗെറ്റ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് കിട്ടാൻ വേണ്ടി എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആഡ് ഓൾ ദ ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ടു പർച്ചേസ് ആൻഡ് സബ്സ്ട്രാക്ട് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ഗെറ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ്. പിന്നെ എന്ത് ചെയ്യണം? ആഡ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ത് കിട്ടാൻ വേണ്ടി? പ്രൈം കോസ്റ്റ് കിട്ടാൻ വേണ്ടി. പിന്നെ എന്ത് ചെയ്യണം? ആഡ് ഓൾ ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റസ്. അടുത്തത് ആഡ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സബ്സ്ട്രാക്ട് ദ ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് WIP എന്ന് വെച്ചാൽ വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ടു ഗെറ്റ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ഓൾ ഗുഡ്സ് കംപ്ലീറ്റഡ് ഇൻ എ പീരീഡ്. ദിസ് ഈസ് ബിക്കോസ് working progress cannot be sold and therefore should not be included in the trading account. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ സബ്സ്ട്രാക്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ടു ഗെറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ഓൾ ഗുഡ്സ് കംപ്ലീറ്റഡ് ഇൻ ദ പീരീഡ്. അപ്പോൾ ആ പീരീഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് നമുക്ക് കിട്ടും. ദിസ് ഈസ് ബിക്കോസ് വർക്കിംഗ് പ്രോഗ്രസ് കനോട്ട് ബി സോൾഡ്. ഒരു വർക്കിംഗ് പ്രോഗ്രസ്സിലായിരിക്കുന്ന ഒരു ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സോൾഡ് ചെയ്യാൻ പറ്റില്ല, സെല് ചെയ്യാൻ പറ്റത്തില്ല. therefore ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല? വർക്കിംഗ് പ്രോഗ്രസ്സിലിരിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഏതിൽ? ട്രേഡിംഗ് അക്കൗണ്ടിൽ. നെക്സ്റ്റ്, ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് വിൽ കംപ്ലീറ്റഡ് ഷോ ദ ടോട്ടൽ ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ സെയിൽ ഡ്യൂറിങ് ദ പീരീഡ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ
എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് ഷോസ് ദ ടോട്ടലാണ് കാണിക്കുന്നത്. ആ ഒരു സെയിൽ ചെയ്യുന്ന ഡ്യൂറിങ് ദ പീരീഡിൽ നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ടോട്ടലാണ് കാണിക്കുന്നത് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗുഡ്സുകളുടെ സെയിൽസാണ് നമ്മൾ അവിടെ കാണിക്കുന്നത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ. 20 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ വേറൊരു പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എ മാനുഫാക്ചറിങ് concern has to work out the cost of goods produced before finding out the cost of goods sold and ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അഥവാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ എന്താണ് ഗുഡ്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അഥവാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ബിഫോർ ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യുന്നതിന് മുമ്പും അഥവാ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പും അത് ഒരു റോ മെറ്റീരിയലിനെ സെമി ഫിനിഷ്ഡ് ആക്കി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന വരെയുള്ള ആ ഒരു കംപ്ലീറ്റ് ആകുന്ന വരെയുള്ള പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സോൾഡ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റും അവിടെ എടുക്കുന്നില്ല. നെക്സ്റ്റ് 21 ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻക്ലൂഡ് 2 മേജർ കോസ്റ്റ്. അപ്പോൾ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 മേജർ ടൈപ്പ് കോസ്റ്റുകളാണ് ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡും കോസ്റ്റ് ഓഫ് കൺവേർഷനും. അപ്പോൾ എന്തൊക്കെ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന 2 ടൈപ്പ് കോസ്റ്റുകളാണ്. ഏതൊക്കെയാണ്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യാനുള്ള കോസ്റ്റും അതിനെ കൺവേർട്ട് ചെയ്തൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആവാൻ വേണ്ടിയുള്ള കോസ്റ്റും, അതാണ് കോസ്റ്റ് ഓഫ് കൺവേർട്ടഡ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് 22 ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് റെപ്രസെൻറ്റ്സ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പം എന്താണ് അതിൽ പറയുന്നത്? ഒരു കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യാനുള്ള കോസ്റ്റ് റെപ്രസെൻറ്റ്സ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ സോഴ്സ് ഓഫ് മാനുഫാക്ചറിങ്. റോ മെറ്റീരിയൽ നമ്മൾ കൺസ്യൂം ചെയ്യാൻ നേരത്ത് നമുക്ക് കോസ്റ്റ് ഉണ്ടായി. ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മളൊരു ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തും നമുക്ക് കോസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് കാണാൻ വേണ്ടി നമ്മൾ എടുക്കാറുണ്ട്. 23 ടു വർക്ക് ഔട്ട് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ദ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആർ അഡ്ജസ്റ്റഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്. അപ്പോൾ ഇത് വർക്ക് ഔട്ട് റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ എടുക്കണം? ടോട്ടൽ കോസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ടോട്ടൽ കോസ്റ്റും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസും ആർ അഡ്ജസ്റ്റഡ് ഇൻ ദ അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്? നമുക്കിതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലമാണ് വരുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കിയത് റോ മെറ്റീരിയൽസിൻ്റെ കൺസപ്ഷനാണ്. അപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കോസ്റ്റും പിന്നെ അതിനെ മാനുഫാക്ചർ ചെയ്ത് അതിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന സമയത്തും എടുക്കുന്ന കോസ്റ്റ് നമ്മളൊരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കും. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലമാണ് 24. എ firm purchased a raw material worth rupees 5,60,000 during 1987 and spent 5,400 on freight, cartage, etc. The stock of raw material on January 1st, 1987, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, വാസ് ₹80,000 ആൻഡ് ഓൺ December 31st, 1987 അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ് ₹90,000. ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഡ്യൂറിങ് 1987 വിൽ ബി. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയലാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 80,000. പിന്നെ ആദ്യം തന്നേക്കുന്നത് പർച്ചേസ് ആണ്. പർച്ചേസ് എത്ര തന്നേക്കുന്നത്? പർച്ചേസ് 5,60,000 തന്നേക്കുന്നത്. പിന്നെന്താ തന്നേക്കുന്നത്?
പിന്നെ ഒരു ഫ്രൈറ്റ് അല്ലെങ്കിൽ കാർട്ടേജ്, അതൊരു എക്സ്പെൻസസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, അത്രയും തന്നേക്കുന്നത്. ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 80,000. അതിൻ്റെ കൂടെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഒരു ഫേമിനകത്ത് ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് 80,000 രൂപയ്ക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. സോ അത് ആഡ് ചെയ്തു. അപ്പോൾ 80,000-ൻ്റെ കൂടെ 5,60,000 കൂടെ ആഡ് ചെയ്തു. പിന്നെന്താണ്? എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് എത്രയുണ്ട്? എക്സ്പെൻസസ് മീൻസ് ഫ്രൈറ്റ് ആൻഡ് കാർട്ടേജ് 5,400 രൂപയുണ്ട്. 5,400 രൂപ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6,45,400 രൂപയെന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് കാണണം? അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം. ഇത് നമുക്കറിയാം. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? മൈനസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് മൈനസ് ചെയ്യണം. അപ്പം കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു 6,45,400 മൈനസ് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 90,000 ആണ്. 90,000 നമ്മൾ എന്ത് ചെയ്യണം? 90,000 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 5,55,400 നമുക്ക് കിട്ടി. ഏതാ കിട്ടിയത്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ എത്രയായാലും നമ്മൾ ഏത് മൈനസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക്, ഇരിക്കുന്ന സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് മൈനസ് ചെയ്യണം. ആഡ് ചെയ്യേണ്ട ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത്, ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്ത്, അപ്പം കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്തു. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് മൈനസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടിയത്. ക്വസ്റ്റ്യനിലെല്ലാം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത് പർച്ചേസ് എമൗണ്ട് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഓപ്പണിംഗ് എമൗണ്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്ത് തന്നിട്ടുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 5,55,400 കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി. നെക്സ്റ്റ് 25 കോസ്റ്റ് ഓഫ് കൺവേർഷൻ. അപ്പോൾ എന്താണ് അടുത്തത്? കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത് ദിസ് ഇൻക്ലൂഡ്സ് ഓൾ മെറ്റീരിയൽസ് ഇൻ ദ ഫാക്ടറി ഫോർ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പം നമ്മുടെ ഫാക്ടറിയിൽ ഇരിക്കുന്ന റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റോ മെറ്റീരിയൽസ് ഇൻ ദ ഫാക്ടറി ഫോർ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് 26 എന്താണ്? കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആർ ഡെബിറ്റഡ് ടു മാനുഫാക്ചറിങ് അക്കൗണ്ട്സ് എലോങ് വിത്ത് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ത് ചെയ്യുക ചെയ്യുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എലോങ് വിത്ത് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്. എന്തിൻ്റെ കൂടെയാണ്? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസസ്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും, ഫ്രൈറ്റ്, കാർട്ടേജ്. അപ്പോൾ അതൊക്കെ എന്താണ്? മാനുഫാക്ചറിങ് അക്കൗണ്ടിന് എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് കൺവേർഷനും നമുക്കുണ്ടാവുന്ന എക്സ്പെൻസസുകൾ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെൻസസുകൾ നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 27 എക്സാമ്പിൾസ് ഫോർ കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് കൺവേർഷൻ്റെ എക്സാമ്പിൾസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, വേജ് പെയ്ഡ് ടു വർക്കേഴ്സ് ഹു ആർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നുണ്ട്. അതൊരു എന്താണ്? കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആണ്. എന്താ കാൾഡ് മാനുഫാക്ചറിങ് വേജ് എന്നോ അതാ പ്രൊഡക്റ്റീവ് വേജ് എന്നോ ഇതിനെ പറയുന്നുണ്ട്. അപ്പം എന്താ? വേജ് to workers who are directly involved in the production of goods. അതിനെ മാനുഫാക്ചറിങ് വേജ് എന്നും പ്രൊഡക്റ്റീവ് വേജ് എന്നും പറയുന്നുണ്ട്. അടുത്ത എന്താണ്? മോട്ടീവ് പവർ. മോട്ടീവ് പവർ എന്താണ്? ഇലക്ട്രിസിറ്റി, സ്റ്റീം ഓർ ഗ്യാസ് കൺസ്യൂംഡ് ഫോർ മാനുഫാക്ചറിങ്. അപ്പം നമുക്ക് മാനുഫാക്ചറിങ് ഫേമിൽ ഇലക്ട്രിസിറ്റി വേണം, ഗ്യാസ് വേണം, സ്റ്റീം വേണം. അപ്പോൾ അങ്ങനെയുള്ള എനർജീസ് ഉണ്ടല്ലോ, മോട്ടീവ് എനർജി, പവർ. ആ പവറിന് കിട്ടുന്ന
പവറിന് കൊടുക്കുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് കൺവെർഷൻ. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു വലിയൊരു ഫാക്ടറി, അവരുടെ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് എന്ത് വേണം, ഗ്യാസ് വേണം, പിന്നെ ഇലക്ട്രിസിറ്റി വേണം, സ്റ്റീം വേണം. ഇതൊക്കെ ഒരു മോട്ടീവ് പവറാണ്. സോ അതിന് കൊടുക്കുന്ന കൺവെർഷനാണ്, അതൊരു കോസ്റ്റ് ഓഫ് കൺവെർഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് കോൾ, വാട്ടർ, ഓയിൽ ആൻഡ് ഗ്രീസസ് എക്സെട്ര. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, കോസ്റ്റ് ഓഫ് കൺവെർഷനാണ്. നമ്മൾ കൺവെർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് വാട്ടർ, കോൾ, ഓയിലൊക്കെ. നെക്സ്റ്റ് ഫാക്ടറി റെൻറ്റ്, ടാക്സസ്, ഫാക്ടറി ലൈറ്റിങ്, ഫാക്ടറി ഇൻഷുറൻസ്. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസസുകളും, ഫാക്ടറി റെൻ്റ് ആവാം, ലൈറ്റിംഗ് ആവാം, ഇൻഷുറൻസ് ആവാം, ഇതെല്ലാം എന്താണ്, ഒരു കോസ്റ്റ് ഓഫ് കൺവെർഷന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമുക്കുണ്ടാവുന്ന ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് ഫാക്ടറി എക്സ്പെൻസസ്. ഡിപ്രീസിയേഷൻ എന്താണ്, തേയ്മാനം. പ്ലാന്റിനും ഫാക്ടറിക്കും ഉണ്ടാവുന്ന തേയ്മാനങ്ങൾ എന്താണ്, ഒരു എക്സ്പെൻസാണ്. അത് ഒരു കോസ്റ്റ്, ഒരു റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുമ്പോൾ ഒരുപാട് മെഷീനറിക്കൊക്കെ ഒരുപാട് ഡിപ്രീസിയേഷനും കാര്യങ്ങളും ഒക്കെ വരും. അതും ഒരു കോസ്റ്റ് ഓഫ് കൺവെർഷന് ഉദാഹരണമാണ്. അപ്പോൾ എന്തൊക്കെയാണ്, വേജ് പെയ്ഡ് ടു വർക്കേഴ്സ് ഉണ്ട്, മോട്ടീവ് പവർ ഉണ്ട്, കോൾ, വാട്ടർ, ഓയിലൊക്കെ വരുന്നുണ്ട്, ഫാക്ടറി റെൻറ്റ്, ഫാക്ടറി ഇൻഷുറൻസ്, ഫാക്ടറി ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് വരുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, കോസ്റ്റ് ഓഫ് കൺവെർഷന് എക്സാമ്പിളാണ്. അപ്പം പിന്നെ നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, അതിൽ നമ്മൾ റോ മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടിയത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് കോസ്റ്റ് ഓഫ് കൺവെർഷൻ ആണ്. പിന്നെ നമ്മൾ ഇതിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസ്ഡ് കാണാൻ വേണ്ടി മേജറായിട്ട് വരുന്ന രണ്ട് കോസ്റ്റുകളാണ് ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി മേജറായിട്ട് വരുന്ന രണ്ട് കോസ്റ്റുകളാണ് ഏതൊക്കെ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസും കോസ്റ്റ് ഓഫ് കൺവെർഷനും. അപ്പോൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കാണാനുള്ള പ്രോബ്ലമാണ് നമ്മൾ നേരത്തെ നോക്കിയത്. പിന്നെ നമ്മൾ എന്താണ് ഈ പ്രോബ്ലത്തിൽ ഈ ഒരു പാർട്ടിൽ പഠിച്ചത്, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കാര്യം പഠിച്ചു. വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യും, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യും, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ സ്റ്റെപ്പുകൾ പഠിച്ചു. പ്രിപ്പയറിങ് മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു. 3 പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് മാനുഫാക്ചർ പഠിച്ചു. ഏതൊക്കെയാണ്, മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പം നമ്മൾ ഇന്നത്തെ പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.